ആണുങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ ഒരൊറ്റ മിസ്റ്റേക്ക് കൊണ്ടാണ് പെണ്ണുങ്ങൾ ഈ ബാഡ് ബോയ്സിൻ്റെ പുറകെ പോകുന്നതും അതുപോലെ പെണ്ണുങ്ങൾ തിരിഞ്ഞു നോക്കാത്ത ആണുങ്ങളുടെയൊക്കെ പുറകെ പോകുന്നത്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, പെണ്ണുങ്ങളെ പുറകെ പോകുന്ന ആണിൻ്റെ പുറകെ ഈ പെണ്ണ് പോകത്തില്ല. അവളെ തിരിഞ്ഞു പോലും നോക്കാത്ത ഒരുത്തൻ്റെ കൂടെ ഇവള് പോകും. കാരണം ഒരുപാട് കാരണമുണ്ട്, ഇതും ഒരു കാരണമാണ്. അപ്പോൾ ആ മിസ്റ്റേക്കും അതിൻ്റെ സൊല്യൂഷനും നോക്കാം. അതായത് അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതായത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സമയത്ത് നമ്മൾ അവളെ അടുപ്പിക്കാൻ വേണ്ടി, അകന്നു പോകാതെ അടുപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പം നിങ്ങളൊരു സെയിൽസിൻ്റെ ആളാണെന്ന് വെച്ചോ, ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു സാധനം വിൽക്കാൻ വേണ്ടി ആളുകളെ എടുക്ക് ഡിസ്കൗണ്ടിൽ തരാം, അത് ചെയ്യാം ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾ എത്രത്തോളം എടുക്കാൻ നിർബന്ധിക്കുന്നോ അതുപോലെ അവൾക്ക് താല്പര്യമില്ലാത്ത സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താലും, ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താലും അത് ഇപ്പം നിങ്ങൾ തന്നെ സ്വയം ആലോചിക്കും. ഇപ്പോൾ ബ്രോയോട് ഒരു ബ്രോയ്ക്ക് ആ പെണ്ണിനെ ഇഷ്ടമല്ല, ഈ കണ്ടാലേ ഇഷ്ടമല്ല, അവൾ എപ്പോൾ നോക്കിയാലും നമ്മുടെ പുറകെ നടക്കും. നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് ആലോചിച്ചോണം, ഒട്ടും താല്പര്യമില്ല. അങ്ങനെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ഒട്ടും താല്പര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ എത്ര പുറകെ നടന്നാലും നമുക്ക് എന്ത് ചെയ്യും? ഇറിറ്റേഷൻ ആവത്തേ ഉള്ളൂ. അവൾ ഞരമ്പ് മുറിച്ചാലും, നമുക്ക് വേണ്ടി കൈ മുറിച്ചാലും നമുക്കൊന്നും തോന്നത്തില്ല. കാരണം നമുക്ക് ഒട്ടും താല്പര്യമില്ലല്ലോ. സാധാരണ തോന്നുമായിരിക്കും, അയ്യോ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് തോന്നും, അല്ലാതെ താല്പര്യം വരുമോ? ഒരിക്കലുമില്ല. ഇപ്പം ചിലരൊക്കെ പറയും, എത്ര ഭംഗിയില്ലെങ്കിലും ഞാൻ കെട്ടും, അല്ലെങ്കിൽ എത്ര ഇതായാലും എന്നോട് സ്നേഹമുണ്ടല്ലോ എന്നൊക്കെ പറയും. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഏതെങ്കിലും ഒരു പയ്യൻ യൂട്യൂബിൽ ഭംഗിയില്ലാത്ത പെണ്ണിനെ എങ്ങനെ വളയ്ക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പയ്യൻ പിച്ചക്കാരി എങ്ങനെ വളയ്ക്കാം, അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഒരു ഭംഗിയുള്ള പെണ്ണും ഒരു പിച്ചക്കാരി നിൽക്കുക, പിച്ചക്കാരി പോയി ഇമ്പ്രസ് ചെയ്യാൻ ഏതെങ്കിലും ആണുങ്ങൾ ശ്രമിക്കുമോ? മനസ്സിലായോ? അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളോട് താല്പര്യം ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ നമ്മളോട് താല്പര്യം കുറഞ്ഞേക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്താലും താല്പര്യം കൂടെ പോകാനാണ് ചാൻസ്. അല്ലാതെ നമ്മളെ പ്രേമിക്കാനുള്ള ചാൻസ് പോലും അവിടെ നിങ്ങൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ട. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരികയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഷർട്ടോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ വിൽക്കാൻ ട്രൈ ചെയ്യുക. വാങ്ങ്, നല്ലതാണ്, ഇതിന് ആ ക്വാളിറ്റി ഉണ്ട്, ഇതിന് ഈ ക്വാളിറ്റി ഉണ്ട്, ഇതിന് അതുണ്ട്, ഇതുണ്ട്, ഇതിന് ഇത്ര ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പം നിങ്ങൾ പറയും വേണ്ടെന്ന് പറയാം. അപ്പം ഞാൻ പറയും, ഇല്ല ഞാൻ ഡിസ്കൗണ്ട് കുറച്ച് തരാം, ഇതിനാണ്ട് ഇത്രയും ക്വാളിറ്റി ഉണ്ട്, വാങ്ങ്, ഇനിയും കുറച്ച് തരാം, പകുതി വിലയ്ക്ക് തരാം, വാങ്ങ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ എന്ത് ചിന്തിക്കും? ഇതെന്തോ ലോ വാല്യൂ പ്രോഡക്റ്റ് പോലെ, ഇതിനൊരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ, ഇത് വാങ്ങാൻ ആരും ഇല്ലാത്ത പോലെ. മനസ്സിലായേ? വാങ്ങാൻ ആരുമില്ല അർത്ഥമെന്തോ? ചോയ്സ് ഇല്ല. ഞാൻ മുമ്പും പറഞ്ഞു, ചോയ്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചോയ്സും ഡിമാൻഡും ഇല്ലാത്ത ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ആളൊഴിഞ്ഞ കട പോലെ. ഇപ്പോൾ രണ്ട് കടയിൽ, ഒരു കടയിൽ നിറച്ച ആൾ, മറ്റേ കടയിൽ ആളേ ഇല്ല, രണ്ടിടത്തും ഒരേ സാധനമാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആളുള്ള അടുത്തോട്ടേ കയറി പോകും. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള അവിടെ എന്തോ വിനോദമായിട്ടുള്ള സാധനം ഉണ്ടെന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരും. മനസ്സിലായോ? എല്ലാവരും അവിടെ കയറണമെങ്കിൽ അവിടെ എന്തോ ഉണ്ടെന്ന് തോന്നും. അതുപോലെ ചോയ്സ് ഇല്ലെങ്കിൽ നമ്മളൊന്നിനും കൊള്ളത്തില്ല, നമ്മൾ ലോ വാല്യൂ എന്നൊരു ഫീലായിരിക്കും പെണ്ണുങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളെപ്പോൾ നോക്കിയാലും അവളെ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോയ്സ് ഇല്ല. നിങ്ങൾക്ക് എന്നെ വിട്ടാൽ വേറെ പെണ്ണേ കിട്ടാത്ത പോലെ, അങ്ങനെ അവൾ ചിന്തിക്കുന്നത്. എന്തോ ഇങ്ങനെ കാണിക്കുന്നത്, എന്നെ വിട്ടാൽ വേറെ പെണ്ണേ കിട്ടാത്ത പോലെ, അങ്ങനെ ഒരു ഫീല്. അങ്ങനെയല്ല, മനസ്സിലായി വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു വിലയും കാണത്തില്ല, ഒരു താല്പര്യം കാണത്തില്ല. താല്പര്യമില്ലാത്ത സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താലും, താല്പര്യമില്ലാത്ത സമയത്ത് താജ്മഹൽ കെട്ടിക്കൊടുത്താലും മയിര് പോലെ അവൾ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കൺവിൻസ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണം. കൺവിൻസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഒരു കുലുക്കം വരും. അതായത് ഇവനെന്ത് പറ്റി, ഇന്നലെ വരെ പുറകെ നടന്നവൻ ഇന്നെന്ത് പറ്റി? ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോൾ വിചാരിച്ച് അവൻ ഇപ്പോൾ ഓടി വന്ന് മിണ്ടും, പുറകെ നടക്കും, എങ്ങനെയെങ്കിലും അവനെ മൈൻഡ് ചെയ്യാതിരിക്കണം, അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ച്, ഇപ്പോൾ ഇവനെന്താ ഇങ്ങോട്ട് വരാത്ത എന്നൊരു ഫീൽ വരും. അട്രാക്ഷൻ ഒന്നും വരത്തില്ല ഇതിൽ നിന്ന്, പക്ഷേ ഒരു കൺഫ്യൂഷൻ വരും. ബിഗിനിങ് സ്റ്റേജിൽ ഈ കൺഫ്യൂഷൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഇവനിപ്പോൾ എന്നെ ഇഷ്ടമല്ല, എന്ത് പറ്റി, അങ്ങനെ ഒരു ഫീൽ അവർക്ക് വരണം ഇടയ്ക്ക്. അതായത് താല്പര്യമില്ലാത്തൊരു പെണ്ണാണെങ്കിൽ അങ്ങനെ വരണം. അതുപോലെ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ മൈൻഡേ ചെയ്യാൻ നടക്കണം. ഇതിന് കോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അതായത് മൈൻഡേ ചെയ്യില്ല, ഐ കോണ്ടാക്റ്റ് വയ്ക്കല്, സ്റ്റോറിക്കൊന്നും ലൈക്ക് കൊടുക്കല്, കമൻറ്റോ അങ്ങനെയൊന്നും ഇടല്. അതായത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാറ്റസ് ഒന്നും കയറി കാണല്, കംപ്ലീറ്റ് ആയിട്ട് അവരുടെ അടുത്ത് നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അകന്ന് നിൽക്കാൻ നോക്കണം. എന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്ത രീതിയിൽ അകലല്ലേ, നമ്മൾ നമ്മുടെ കാര്യം നോക്കി നിൽക്കുന്ന പോലെ. നമ്മൾ അങ്ങോട്ട് പോയി പുറകെ നടക്കുന്നേ ഇല്ല, ഇഷ്ടപ്പെടുത്താനൊന്നും നോക്കുന്നില്ല. നമ്മൾ അങ്ങനെ ഒരാളില്ല, നമ്മൾ നമ്മുടെ പണി നോക്കുന്ന പോലെ നിൽക്കണം. അപ്പോഴെന്ത് ചെയ്യും? നമ്മളൊരു നോർമൽ വാല്യൂ ആയിട്ട് കാണാൻ തുടങ്ങും. അതായത് ഇതുവരെ നമ്മളെ കണ്ടത് ലോ വാല്യൂ ആയിട്ടാണ്, നമ്മൾ പുറകെ നടന്നുകൊണ്ട് ലോ വാല്യൂ ആയിട്ട് കണ്ട്. എപ്പോഴാണ് അട്രാക്ഷൻ വരുന്നത്? നമ്മൾ ഹൈ വാല്യൂ ആയിട്ട് തോന്നണം. അതായത് അവരെക്കാളും ബെറ്റർ, ഇല്ലെങ്കിൽ അവരുടെ അത്രയെങ്കിലും ബെറ്ററായിട്ട് തോന്നണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ പുറകെ നടക്കുന്നത്, കൺവിൻസ് ചെയ്യുന്നത് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത്, അങ്ങനെ ഒരു കുറച്ച് നാൾ കഴിയുമ്പം നമ്മളൊരു നോർമൽ വാല്യൂ ആയിട്ട് കാണും. നമ്മൾ പുറകെ നടന്നതെല്ലാം പയ്യെ ഫെയ്ഡാവും, മറക്കാൻ തുടങ്ങും. ഇതിനെ ഫെയ്ഡിങ് ബയസ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ കോസ്റ്റിംഗ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഫെയ്ഡിങ് ബയസ് വരുന്നു, അപ്പോഴേക്കും നമ്മുടെ വാല്യൂ ഒരു നോർമലാവും. അത് കഴിഞ്ഞിട്ട് ഹൈ വാല്യൂ ആവാനുള്ള കുറച്ച് സൈക്കോളജിക്കൽ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ അത് പിന്നെ പറയാം.